സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത് ഒരു പുതിയ കൽപ്പനയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 ഇങ്ങനെ പറയുന്നു: ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് ഈശോ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ത്യാഗത്തിന്റെ, ക്ഷമയുടെ, നന്മയുടെ അനന്തമായ ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. പിതാവായ ദൈവം നമുക്കായി സ്വന്തം പുത്രനെ തന്നെ സ്നേഹിച്ചു. പുത്രനായ ദൈവം നമ്മുടെ ഇടയിൽ വന്ന് വസിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മളെ സ്നേഹിച്ചു. വീണ്ടും ഏറ്റവും ചെറിയ അപ്പത്തിന്റെ രൂപത്തിൽ വിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യ സ്നേഹമായി എന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ എഴുന്നള്ളി വരുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. നമ്മുടെ കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ക്ഷമിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്നത് കാണുമ്പോൾ അത് മക്കൾക്ക് ഒരു ജീവിത സാക്ഷ്യമായി മാറുന്നു. മാതാപിതാക്കളുടെ ഇടയിലെ സ്നേഹം മക്കളുടെ ഹൃദയങ്ങളിൽ സുരക്ഷിതത്വവും ആത്മധൈര്യവും വളർത്തുന്നു. വാക്കുകളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ജീവിതത്തിൽ കാണിക്കുന്ന നല്ല മാതൃകയാണ് മക്കൾക്ക് കൂടുതൽ സ്വീകാര്യം. പറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുമെന്ന് യേശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ജോലി സ്ഥലങ്ങളിലും പങ്കുവയ്ക്കാം. പരസ്പരം സഹിച്ചും ക്ഷമിച്ചും ബഹുമാനിച്ചും കരുണ കാണിച്ചും മറ്റുള്ളവർ കൊണ്ട് ത്യാഗം സഹിച്ചും നമുക്ക് ജീവിക്കാം. ഏവർക്കും വിശുദ്ധിയുള്ള നോയമ്പുകാലം ആശംസിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും ദൈവസ്നേഹം നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്.